ആദ്യമേ തന്നെ മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു സെൽഫി എടുക്കട്ടെ. അഗത്തിയിലെ അന്താൻ ബീച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താൻ ബീച്ചിലേക്കാണ് പോകുന്നത്. അന്താൻ ബീച്ചിൽ പോയിട്ടാണ് ഇന്നത്തെ വാട്ടർ സ്പോർട്സുകൾ, കയാക്കിങ്, സ്കൂബ ഡൈവിങ് ഒക്കെ. മഴ പെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇവിടെ കൂടുതലുമുള്ളത് ഓട്ടോറിക്ഷയാണ്, കാറും ഉണ്ട് കേട്ടോ. ഈ തെങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വളഞ്ഞു പൊളഞ്ഞുള്ള യാത്രയുണ്ടല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ അന്താൻ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് പരിപാടികളുണ്ട്. കയാക്കിംഗ് ഉണ്ട്, പിന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്. ഇവിടെ ഈ ബീച്ചിൽ പച്ചക്കടലിൽ കയാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഈ കടലിലൂടെ കയാക്കിംഗ് നടത്താനുള്ള പരിപാടിയാണ്. നിങ്ങൾ ആരെങ്കിലും കടലിൽ കയാക്കിംഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ വള്ളങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളും കയാക്കിംഗ് നടത്തും. അതുവരെ ഊഞ്ഞാലാടി കളിക്കുകയാണ് കുറച്ച് നേരം. ടൈം പാസ് വേണ്ടേ? ആ വള്ളങ്ങൾ തിരിച്ചെത്തണം, വഞ്ചികളെ. ഇപ്പോൾ ബീച്ചിലാണ്. ഇനി അടുത്ത പരിപാടി കയാക്കിംഗ് ആണ്. കയാക്കിംഗ് അത് കഴിഞ്ഞാൽ സ്കൂബ ഡൈവിങ്ങിന് പോകണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിതല്ലേ പണിയായിരുന്നു. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. ബിജി ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇതിന് മുൻപ് ഒരിക്കൽ പോയിട്ടുണ്ട്. ഇവിടെയല്ല, നമ്മുടെ നാട്ടിൽ കായലിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്കുള്ള പച്ച ഫൈബർ ബോട്ട് എത്തിക്കഴിഞ്ഞു. ഞങ്ങളൊരു കളി കളിക്കും എന്തായാലും രണ്ടാളും. നോക്കിയാൽ കടലിലേക്ക് പോകണട്ടാ. കടല് പങ്കായൊക്കെ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ഇരിക്കുകയാണ്. ദൈവമേ, എന്തോ ആവോ. ഇതിനൊരു പ്രത്യേകം ഫീസൊന്നും വാങ്ങിയില്ല കേട്ടാ. ഇവർ കരയിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മളെ പോയി അകലേക്ക് പോകുമ്പോഴേ അങ്ങാനും മറിഞ്ഞ് വീഴുകയാണെങ്കിൽ രക്ഷിക്കാനായിട്ട്. എന്താവോ. എന്തായാലും ഞാനും പോയി ഇരുന്നു കേട്ടോ. ഇരുന്ന് പങ്കായൊന്നും ഇല്ലാണ്ട് ഞങ്ങളെ ഉന്തി നീക്കണം അങ്ങോട്ട്. കടലിലേക്ക് ഉന്തി ഇട്ടു കേട്ടോ. പങ്കായൊന്നുമില്ല, അത് കൊണ്ടുവരും അവർ. ബിജിക്കാണെങ്കിൽ പങ്കായം എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് വരെ അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഞാനൊരു ട്രെയിനറായി എങ്ങനെ പങ്കായം പിടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ആൾ നമ്മളീ കുത്തുവഞ്ചി തുഴയില്ലേ, അതേപോലെ തുഴയാനാണ് ആദ്യം ശ്രമിച്ചത്. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല തുഴയേണ്ടത്, നേരെ പിടിക്കണം. കണ്ട് ഇങ്ങനെ പതുക്കെ സൈഡ് കൊണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആളങ്ങനെ തുഴയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ. അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനന്തമായി നീണ്ടു കിടക്കുന്ന സാഗരത്തിൻ്റെ അഗാധതയിലേക്ക് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പൊന്നു, ഞങ്ങളാണ് കേട്ടോ തുഴഞ്ഞു പോണത്. ഞങ്ങളങ്ങനെ വിജയകരമായിട്ട് കടലിൽ കയാക്കി നടത്തി തിരിച്ചു വരികയാണ്. കരയ്ക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ. അടിപൊളിയായില്ലേ യാത്ര? ഇനി പോവാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഇവിടെ മണ്ണപ്പം ചുട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ കുട്ടികളെ പോലെയുള്ള ആളുകളുണ്ട്, പോകാൻ പറ്റാത്തവർ. അവരിങ്ങനെ ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട് ഇവിടെ. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ അന്താൻ ബീച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു വെടുപ്പും വൃത്തി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര രസമുള്ളതാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്, വളരെ മനോഹരമാണ്. ഇവിടെ വന്നാൽ ഉല്ലസിക്കാത്ത മനുഷ്യരില്ല. എല്ലാവരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഈ മനോഹരമായ ബീച്ചിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്ര മനോഹരമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും വരണം കേട്ടോ.
കൂടുതൽ കാര്യങ്ങൾ ഇനി ജോൺ ചേട്ടൻ പറയും. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് അന്താൻ ദ്വീപ്. ഇവിടെ ധാരാളം ഗ്ലാസ് ബോട്ടുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അടിയിലുള്ള മീനുകൾ, സാധനങ്ങൾ, അതിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ കാണാം. അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ വന്ന് ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്കിത് കാണാൻ പറ്റും. കാരണം ലക്ഷദ്വീപ് കാർലത്തേക്ക് വരില്ല, അത് നമ്മളിവിടെ വരണം. ലക്ഷദ്വീപ് കാണണം. എന്തെല്ലാം കാണണം അല്ലേ. ഈ മനുഷ്യ ജീവിതത്തിൻ്റെ വൈതരണികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ അർത്ഥം എന്താ എനിക്കറിയില്ല, പക്ഷെ ഇതൊക്കെയാണ് ഈ വൈതരണികൾ എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിനെ പ്രഹേളിക എന്നും പറയും കേട്ടോ, പ്രഹേളിക. കയ്യാക്കിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ലക്ഷദ്വീപിൽ വരുമ്പോഴേ ആദ്യം തന്നെ മനസ്സിൽ സെറ്റ് ചെയ്യേണ്ടത് ഇത് ഗോവയല്ല എന്നുള്ളതാണ്. ഗോവയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ഗോവ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുന്ന നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെയല്ല ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ആളുകൾ വരുന്നത്. അതുപോലെ കടലിലെ ആക്ടിവിറ്റീസുകൾ, സ്കൂബ ഡൈവിങ്, കയാക്കിങ്, സ്നോർക്ലിങ്, ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് ബോട്ടിങ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കോറൽസ് ഒരുപാട് കാണാൻ പറ്റും കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കാണുക, മത്സ്യങ്ങളെ കാണുക, പിന്നെ എന്താ പറയുക, മുത്തുച്ചിപ്പി കാണുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങോട്ട് പോരുക എന്നുള്ളതാണ്. അതുപോലെ മദ്യം കഴിച്ചിട്ട് മതോന്മുക്തരായി നടക്കാനൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ലഹരി ഇല്ലാത്ത സ്ഥലമാണ്. ജീവിതമാണ് ലഹരി. ഈ പ്രകൃതിയാണ് ഇവിടുത്തെ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപ്. അപ്പോൾ നമ്മൾ അഗത്തിയിലാണ് ഉള്ളത്. അഗത്തി എന്ന് പറഞ്ഞാൽ ഏക എയർപോർട്ടുള്ള ലക്ഷദ്വീപിലെ ദ്വീപാണ് അഗത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അഗത്തിയിൽ വന്നിരുന്നിട്ട് നമ്മൾ ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ വെള്ളത്തിലെ കാര്യങ്ങളൊക്കെ, കായിക വിനോദങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കുള്ളൊരു ബ്രേക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് മിനി, എങ്ങനെയുണ്ട് ട്രിപ്പ്? നല്ല ട്രിപ്പല്ലേ? ഇനി എന്തിലാണ് പങ്കെടുക്കാൻ പോണത്? സ്കൂബ ഡൈവിങ്. അറിയോ? മുമ്പ് പോയിട്ടുണ്ടോ? കടലിൻ്റെ ഉൾക്കടലിൽ പോയിട്ട് ചാടണം. റെഡിയാണോ? അവിടെ വേറെ ആരും സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. നീന്തലറിയാം? നീന്തി പോരും, കടലിൽ നിന്ന് നീന്തിയിട്ട് പോരും. കോൺഫിഡൻസ്. അപ്പോൾ ഇനി മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാം കേട്ടോ. ഉച്ചയ്ക്ക് ലഗൂൺ വറുത്തതും ഉരുളക്കിഴങ്ങ് കറി, പിന്നെ പാൽച്ചോറ് എന്ന് പറഞ്ഞാൽ എന്ത് ചോറെന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ്. ഇതാണ് ഉച്ചത്തെ ഫുഡ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.